റോഷൻ, എന്താ വേദി? ഈ ആഭരണങ്ങള് റോഷന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത് അനുഗ്രഹം വാങ്ങണമെന്ന് പറഞ്ഞ് അച്ഛൻ കൊടുത്തയച്ചതാണ്. അവരില്ലാത്ത സ്ഥിതിക്ക് ഇത് മൂത്ത അമ്മാവനും അമ്മായിക്കും കൊടുത്ത് എനിക്ക് അനുഗ്രഹം വാങ്ങണം. ആരാ റോഷൻ മൂത്ത അമ്മാവൻ? സന്തോഷമായി. മോളെ മൂത്ത അമ്മാവൻ ഞാനാണ്. ഞാൻ ഗൾഫിൽ പോയ 25 വർഷം താൻ കൂട്ടിയില്ലേ? അപ്പൊ 75 പെണ്ണുപിള്ളക്ക് കുഞ്ഞെ എനിക്ക് പ്രായം കുറവാണേലും ഇവരുടെ കൂട്ടത്തിൽ മൂത്തമ്മാവൻ ഞാനാ. എന്റെ ചെല്ലപ്പേര് പോലും മൂത്തമ്മാവൻ എന്നാ. അതെല്ലാവർക്കും മൂത്ത മാമയാണ്. എന്റെ ചർമ്മം കണ്ടാ പറയത്തില്ല, അതുകൊണ്ട് പ്രായത്തിന്റെ കാര്യത്തിൽ ഞാൻ തർക്കിക്കുന്നു. അതിന് ഈ ശരീരത്തിൽ ചർമ്മം ഉണ്ടോ? എന്താ സർട്ടിഫിക്കറ്റ് കാണണോ? അതൊക്കെ ഉണ്ടല്ലേ, കാണിക്കാൻ വേണ്ടി പാടില്ല കുട്ടി, പാടില്ല. ഇന്നത്തെ ദിവസം ഒന്നും നൽകാൻ പാടില്ല. കേട്ടിട്ടില്ലേ? രാമകഥ ഗാനലയും മംഗളമൻ തമ്പുരുവിൽ പടരുക സാഗരമേ, മന്ത്രയന്ത്ര തന്ത്ര കലയാൽ സാമഗാന ലഹരിയോട് അണയൂ രാമ ശ്രീരാമ എന്നാണ് ഭരതത്തിൽ പറഞ്ഞേക്കുന്നത്. അല്ല, ഭരതമുനി പറഞ്ഞേക്കുന്നത്. അത് കാരണം ഇന്നത്തെ ദിവസം ആടയാഭരണങ്ങൾ പ്രത്യേകിച്ച് ആർക്കും നൽകാൻ പാടില്ല. നൽകിയാൽ ഇടി കിട്ടും. അല്ല, ശാപം കിട്ടും. ആരുടെ? ഭൂതഗണങ്ങളിൽ നിന്ന്. കണ്ടില്ലേ, എന്റെ ഫാമിലി ഭയങ്കര കോമഡിയാ. ചിലപ്പോ കണ്ടാ എനിക്ക് തോന്നുന്നു എന്റെ ബന്ധുക്കളെ അല്ലെന്ന്. വേദിക്കും അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? അതുകൊണ്ട് നമുക്ക് നല്ലൊരു സമയം കുറിച്ച് നല്ലൊരു ദിവസം ആടയാഭരണങ്ങൾ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കാം. അതുവരെ ഇത് സൂക്ഷിച്ച് വേദിയുടെ മുറിയിൽ തന്നെ വെച്ചോളൂ. ഇവിടെ ഏതമ്മാവനാടാ ഇത്രയ്ക്ക് മൂത്ത് വെക്കുന്നത്? അല്ല, പേടിപ്പിക്കാൻ വേണ്ടി ഇവക്ക് വെടിയെ പേടിയില്ലാന്ന് തോന്നുന്നു. മോള് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇതങ്ങോട്ട് വാങ്ങണം. അതാണ് ആരാജ്യം, ആചാരം. അത് സസ്പെൻസ് ആണ്. ഇനിയോ വാളയും മലയും അല്ല, മാലയും വലയും അമ്മാവനും അമ്മയ്ക്ക് തന്നിട്ട് അനുഗ്രഹം. പക്ഷേ റോഷനും സ്വാമിയും പറഞ്ഞു. ഏത് ചാമി, എന്ത് റേഷൻ? മോള് പിന്നെ എന്തിനാ എന്റെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങിച്ചത്? ദക്ഷിണ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആഭരണം തന്നെ, ഇല്ലെങ്കിൽ പാപം കിട്ടും, പിണ്ടാളടങ്ങി പോകും. ഇല്ലടി, മോള് പോയി എടുത്തിട്ട് വാ. അമ്മാവാ, മോൾക്ക് ആഭരണം എനിക്ക് തന്നെ ഒന്ന് പാവം വൈകല്ലേ. ആദ്യം ഒരു പട്ടും വളയും അമ്മാവിന് ഞാൻ തരട്ടെ. മോന്റെ പട്ടും വളയും മാമന് വേണ്ട. വേണം, ബാ. വേണ്ട, എന്നെ കൂമിനിട്ട് കുത്തി കളിക്കാനല്ലേ? ബാ. അമ്മാവൻ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? എന്തിനു മോൻ ഇങ്ങോട്ട് വന്ന് എന്തിനു എന്നാ വാ. മോ സ്നേഹത്തോട് വിളിക്കണേ തല്ലിക്കൊല്ലാനായിട്ട്. അമ്മാവൻ വാ. ഒരു മിനിറ്റ്. അമ്മാവ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കുഴപ്പമില്ല. ഇടക്കിടക്ക് എന്നെ ഇതേപോലെ പീഡിപ്പിച്ച മതി, ഞാൻ ഡീസന്റ് ആയിക്കൊള്ളാം. നിനക്ക് കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊക്കെ അമ്മാവോ മാലയും വളയും വാങ്ങി അനുഗ്രഹം കൊടുക്കാനല്ലേ? എനിക്കറിയാം വേദിക അത് മുഴുവൻ എന്റെ കൈ തന്നിട്ടുണ്ട്. ഞാൻ തരാം. ബാ. എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് കുറച്ച് അനുഗ്രഹത്തിന്റെ ആവശ്യമുണ്ട്. ബാ, വന്നാട്ടെ. നടക്ക് നടക്ക്. അവന്റെ നിങ്ങൾ എല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഔപചാരികമായി ഒരു പ്രഖ്യാപനം നടത്താനാണ്. ഇനി മേലാൽ ഇതുപോലെ തരികട കാണിക്കാൻ ശ്രമിക്കുന്നവരെ ഞാൻ തൂക്കിയെടുത്ത് തറയിലടിക്കും. അബദ്ധവശാലാണെങ്കിലും നിങ്ങളൊക്കെയാണ് എന്റെ ബന്ധുക്കൾ എന്ന് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പോയി. ഇനി ആ വിശ്വാസം തകർക്കാതിരിക്കാന്നുള്ളത് എന്റെ ആവശ്യമാണ്. ഞങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ പ്രയോജനം? പ്രയോജനമുണ്ട്. ദിവസേന 1500 രൂപ ശമ്പളം, പിന്നെ സന്ദർഭോചിതമായ വികാര പ്രകടനങ്ങൾക്ക്, ഉദാഹരണത്തിന് ചിരി, കരച്ചിൽ, അട്ടഹാസം, ഡെയിലി 50 രൂപ ബാറ്റായി എക്സ്ട്രാ ഉണ്ടാകും. പക്ഷേ വളരെ പ്രധാനം,
നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തത ഉണ്ടാകണം. അതിന് കുടുംബത്തിന്റെ മാതൃകയും തസ്തികകളും ഗുരു പറഞ്ഞു പഠിപ്പിച്ചു തരും. പാവങ്ങള് ആരാണെന്തോ, ഏതായാലും 25 വർഷത്തെ പഴക്കമുണ്ട്. ഫോട്ടോ റെഡിയായി. ഇനി പിള്ളേരെ തപ്പാൻ പോയവൻ എവിടെ പോയി കിടക്കാണോ എന്തോ. ഇവനൊക്കെ ഇന്നാളത്തെ പോലെ ഓർമ്മയിൽ നിൽക്കുന്നു എന്റെ ചേച്ചിയുടെ രൂപം. എന്തിനാ അമ്മായി ഇതൊക്കെ ഇപ്പൊ ഓർമ്മിപ്പിക്കുന്നത്? ഈ കരച്ചിൽ നമ്പർ എക്സ്ട്രാ തന്നേക്കണേ. പാവം അമ്മായി ഇന്നും ആ ഷോക്കിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടില്ല. എന്നും ഒരു 5 മിനിറ്റ് അച്ഛനോടും അമ്മയോടും രാവിലെ മനസ്സ് തുറന്നില്ലെങ്കിൽ പിന്നെ ആ ദിവസം എനിക്ക് മനസ്സമാധാനമേ കിട്ടില്ല. വേദിക, ഇതാണ് എന്റെ കസിൻസ്. എന്താണോ ഞാൻ ഈ നരച്ചിലിനോട് കാളയുടെ പര്യായപദം ചോദിച്ചപ്പോഴേ ഇവൻ പറയാ പശുവിന്റെ മാപ്പിള. ദിവസക്കൂലിക്ക് വന്നതല്ലേ, ഇത് തന്നെ വലിയ കാര്യം. ഇത് കുഞ്ഞമ്മാവന്റെ മകൻ, ഇത് വലിയമ്മാവന്റെ മകൻ, ഇത് പിച്ചി കുഞ്ഞമ്മയുടെ മോൻ, ഇത് ശാരദ വലിയമ്മയുടെ മോൻ, ബാക്കിയെല്ലാം ആരുടെയൊക്കെയോ മക്കൾ. അല്ല, എല്ലാ ബന്ധുക്കളുടെ പേരെനിക്കറിയില്ലല്ലോ. എന്താ മോന്റെ പേര്? രാജു. മോന്റെയോ? അബ്ദുള്ള. അബ്ദുള്ളയോ? അല്ല, അബ്ദുള്ള എന്ന് പറയുന്നത് വിളിപ്പേര്, ശരിക്കും പേര് ശശാങ്കൻ. അല്ലേ? ആണെന്ന്. മോന്റെയോ? ഏത് ക്ലാസ്? ചേച്ചിയെ കണ്ടോടാ, എന്തൊരു സ്ട്രക്ചർ ഉണ്ട് അമ്മച്ചി. എന്ത് വേണ്ട അതിനോടാ പറയുന്നത്? പിള്ള മനസ്സാ, കള്ളമില്ല. ബ്ലേഡ്, കുട്ടികൾ ഉൾപ്പെടെ എല്ലാം ഫ്രോഡുകളാണ്. അതുകൊണ്ട് നമ്മുടെ മലേഷ്യയിലെ പരിപാടി എത്രയും പെട്ടെന്ന് ഇവിടെയും സെറ്റപ്പ് ചെയ്യണം. മനസ്സിലായില്ല. ഈ വീടിന്റെ മുക്കിലും മൂലയിലും CCTV സെക്യൂരിറ്റി ക്യാമറകൾ വേണം, ഒപ്പം മൈക്കും. ഇവറ്റകളൊക്കെ പറയുന്നതും ചെയ്യുന്നതും അന്നെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. റോഷൻ, 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 റോഷൻ. എന്താ റോഷൻ, ഞാൻ മൂത്ത അമ്മാവനും അമ്മായിക്കും കൊടുക്കാൻ വെച്ചിരുന്ന മാലയും വളയും കാണാനില്ല. മാലയും വളയുമല്ലേ, അത് എവിടെ പോകാൻ? ഇവിടെ തന്നെ കാണും. വേദിക അമ്പലത്തിൽ പോകാനല്ലേ തയ്യാറായത്? അമ്പലത്തിൽ പോയി വരുമ്പോഴേക്കും മാലയും വളയും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. പക്ഷേ റോഷൻ, അത് ഞാനല്ലേ പറയുന്നത്. വേദി ധൈര്യമായിട്ട് അമ്പലത്തിൽ പോയി വരും. ബ്ലേഡേ, അല്ല ശിവു, വേദിക അമ്പലത്തിൽ കൊണ്ടുപോകും. ശരി ഭായി, വരൂ. ക്യാമറയൊക്കെ ആരോ മറച്ചു വെച്ചിരിക്കുന്നതായി. അവന്മാര് പഠിച്ച കള്ളന്മാരാ. ഇനി എനിക്കറിയാം എന്ത് ചെയ്യണോ. പോലീസ് പട്ടി വന്നിട്ടുണ്ട്, വാ. ഇതൊക്കെ സൂക്ഷിക്കണ്ടേ?
പിന്നെ എപ്പോഴും ഞാൻ ഉണ്ടായെന്ന് വരില്ല. നല്ല ഉക്കരം പീസ്. നിക്കവിടെ. അയ്യോ എന്തിനാ കരയുന്നത്? ഞാൻ അതിനൊന്നും വന്നതല്ല. പണ്ട് ഇതേപോലെ ഒരു പെണ്ണ് കരഞ്ഞിട്ട് 6 മാസം തൊപ്പി തലേന്ന് പോയതാ. ചതിക്കല്ല പെണ്ണെ. What a family. What a family. പിന്നെ എന്നെ ഇവിടെ കണ്ട കാര്യം ആരോടും പറയരുത്. എന്നെ ഇവിടെ കണ്ട കാര്യം ആരോടും പറയരുത്. ചേട്ടാ എന്നെ ഇവിടെ കണ്ട കാര്യം ആരോടും പറയരുത്. എന്നെയും ഇവിടെ കണ്ട കാര്യം ആരോടും പറയരുത്. അതല്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഇവിടെ കണ്ടിട്ടില്ല. ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ കണ്ടതോ? ഒന്നിങ്ങി വന്നേ. എങ്ങോട്ടാ? ഞാൻ ആരും കാണാതെ ഇവിടുന്ന് ചാടിപ്പോവാ. ഓഹോ, എന്നാലൊരു കാര്യം ചെയ്യും, ഇതുകൂടെ കയ്യിലിരിക്കട്ടെ. എന്താ ഇത്? ഇതൊന്നുമില്ല, എന്റെ വക ഒരു സമ്മാനം. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ഇതാ മാല. ഈ കള്ളൻ വീടിന്റെ ഓട് പൊളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്റെ ജിക്കി മോളെടുത്ത കളി അവള് വിടുവോ? ചാടി ഒരു പിടുത്തം. സർ, ഒരു കാരണവശാലും അത് ഇയാൾ ഒന്നും പറയണ്ട. ഇവനെ ഞാനൊന്ന് കൊണ്ടുപോകും. ഇവനെ ഞാൻ ആരും ഒന്നും പറയണ്ട. ഇവനെ ഞാൻ അത് വേദിക, മാല അമ്മാവന്റെ കയ്യിൽ നിന്ന് കിട്ടി. ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്തു. മൈ ഗോഡ്, എന്തായി അമ്മാവന്? ആ ബിസിനസ് തകർന്നതിന് ശേഷം അമ്മാവൻ ഇങ്ങനെയാ. പക്ഷെ റോഷൻ എങ്ങനെയെങ്കിലും അമ്മാവനെ തിരിച്ചു കൊണ്ടുവരണം. ഞാൻ ജാമ്യം നിൽക്കാം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. സ്റ്റേഷനിൽ ചെറിയൊരു ഫോർമാലിറ്റി, അത്രേ ഉള്ളൂ. വേദിക വെയിറ്റ് ചെയ്യൂ, ഞാൻ അമ്മാവനെ കൂട്ടിക്കൊണ്ട് ദാ വരുന്നു. ഓക്കെ? കുട്ടി, കുടുംബത്തിൽ കള്ളന്മാരുള്ള വിവരം ഞങ്ങളോട് നേരത്തെ പറയാമായിരുന്നു. കുട്ടി, ഞങ്ങളുടെ കുടുംബത്തിലുള്ള സോഷ്യൽ സ്റ്റാറ്റസ്, പൊളിറ്റിക്കൽ സറ്റയർ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ഇതെന്തുകൊണ്ട് കുട്ടി ശ്രദ്ധിച്ചില്ല? അതെ അതെ, കറക്റ്റ്. ഇവിടെ ആരും ഇല്ലേ? നമസ്കാരം. ഞങ്ങള് കുറച്ച് അകലേന്ന് വരിക. ഈ പത്രപരസ്യം കണ്ടു വന്നതാ. എൻ്റെ മകനെ 3 വയസ്സിൽ കാണാതെ പോയതാ. അവനാണോ ഇതെന്ന്? ഒരു സംശയം തീർക്കാൻ വന്നതാ. പക്ഷെ ഇവിടെ വന്ന് ബന്ധുക്കളെല്ലാം കണ്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ആളല്ലാന്ന് മനസ്സിലായി. ക്ഷമിക്കണം. വിഷമിക്കാതെ. നമ്മുടെ മകൻ ഇതുപോലെ മിടുക്കനായി എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും. അങ്ങനെ സമാധാനിക്കാം.
വേദിക, ഞാൻ വേദി ചിലപ്പോ ഞങ്ങളുടെ മകനെ എന്തെങ്കിലും കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ഇവളും ഇത്രയും കാലം ജീവിച്ചത്. പക്ഷേ അതിങ്ങനെയല്ല. വാടകയ്ക്കൊരു കുടുംബം ഉണ്ടാക്കുക, അത് സ്വന്തം കുടുംബമാണെന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, ഇതെല്ലാം അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇനി ഞങ്ങൾ വന്നാലും ആ നാടകത്തിലെ 2 കഥാപാത്രങ്ങളാവുക, അത്രല്ലേ ഉള്ളൂ. സത്യമല്ലാത്തതൊന്നും നിലനിൽക്കില്ല. എന്തായാലും നുണയ്ക്ക് ഒരു കുമിളിയുടെ ആയുസേ ഉള്ളൂ കുഞ്ഞേ. അപ്പോളോ ഗോൾഡ് വേദിക, ഞാൻ ഐ എം റിയലി സോറി. എന്റെ വിശ്വാസം, സ്നേഹം എല്ലാം ഈ നിമിഷം നഷ്ടപ്പെട്ടു. വേദി, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഇനി ആ പേര് പോലും നിങ്ങളുടെ നാവ് കൊണ്ട് ഉച്ചരിക്കരുത്. അത്രയ്ക്ക് നീചനാണ് നിങ്ങൾ, ക്രൂരനാണ് നിങ്ങൾ. അയ്യോ, ഒരിക്കലുമില്ല. വേദികയെ ചതിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. വേദികയുടെ അച്ഛനെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു. എന്റെ യോഗം അനാഥ കുട്ടിയായി പോയില്ലേ? അല്ല, എനിക്കാണ് ആരുമില്ലാത്തത്. ഞാനൊരു അനാഥനാണെന്ന് സത്യം പറയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അല്ലാതെ വേറെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരുത്തനെ ഇത്രയും നാളും മനസ്സിലിട്ടുണ്ട് നടന്ന എന്നോട് തന്നെ എനിക്ക് വെറുപ്പാ. വേദിക, ഈ TV എന്താ ചോദിക്കാൻ? എന്തോ ചോദിക്കണമെന്ന് വെച്ചു, മറന്നു. ഞാനും എന്തോ ചോദിക്കണമെന്ന് വെച്ചു. വേണ്ട, വരട്ടെ. ഒന്ന് വിളിക്കായിരുന്നില്ലേ എന്നെ കൂടെ? ആരുമില്ലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞതല്ലേ? ബാല്യക്കാരിയായിട്ടെങ്കിലും നിൽക്കായിരുന്നല്ലോ. അല്ലെങ്കിലും എന്നെ എന്തിനാ വിളിക്കുന്നേ? ഞാനാരും മണ്ടി, മരമണ്ടി. എല്ലാം എന്റെ കുഴപ്പം തന്നെ. വെറുതെ ഓരോന്ന് മോഹിക്കും. എനിക്ക് വേണ്ടി ഇത്രയും വലിയ നാടകം കളിക്കുന്നതിനേക്കാൾ എളുപ്പമായിരുന്നില്ലേ റോഷൻ എന്നോട് സത്യം തുറന്നു പറയുന്നത്? ഞാൻ റോഷന്റെ കുടുംബത്തെയോ ഈ വീടിനെയോ അല്ല സ്നേഹിച്ചത്, റോഷനെയാണ്. അത് റോഷൻ ഇനി മനസ്സിലായിട്ടില്ലേ? പോരുന്നോ എന്റെ കൂടെ?